ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ റാമിനെയാണ്. റാം നിങ്ങൾ അറിയാം, നമ്മുടെ സിക്ലിഡിൻ്റെ തന്നെ ഒരു ഫാമിലിയിൽ പെട്ടതാണ് റാം എന്ന് പറഞ്ഞ ഫിഷ്. സിക്ലിഡിൻ്റെ അത്രയും വലുപ്പം വരില്ല, അഗ്രസീവൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു കാണാൻ കുറച്ചും കൂടി ഭംഗിയാണ്. പല ടൈപ്പ് കളറിലെ നല്ല ഭംഗിയുള്ളതുണ്ട്. ഇത് നോർമൽ ടൈപ്പാണ് ഈ റാം, ഈ രണ്ടെണ്ണം നിൽക്കുന്നത്. ബാക്കിയുള്ളത് നമ്മുടെ ബാർബും ടെട്രയൊക്കെയാണ്. അപ്പോൾ നമ്മളെന്തായാലും റാമിന് ഒരു പേര് വാങ്ങിച്ച് അതിനകത്തിട്ടേക്കാണ്. ഒരു നല്ല ഫിഷാണ്, നല്ല കാണാനായിട്ട് ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ ഓസ്കാർ അങ്ങനത്തെ ഇതിലെല്ലാം വളർത്തുന്ന പോലെ ഒരു മിനിയേച്ചറായിട്ടുള്ളൊരു ഫിഷിനെ ബ്രീഡ് ചെയ്ത് വളർത്താനായിട്ട് വളരെ നല്ലതാണ്. എല്ലാതരം വാട്ടർ കണ്ടീഷനിലും നല്ലപോലെ അഡാപ്റ്റ് ആവും. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഫിഷാണ് വളർത്താനും കെയർ ചെയ്യാനും. പിന്നെ അതുപോലെ തന്നെ ബ്രീഡ് ചെയ്യാനായാലും കുഞ്ഞുങ്ങളെ നല്ലപോലെ നോക്കി നല്ല വലുപ്പത്തിൽ വരെ എത്തിക്കും. അങ്ങനെ തിന്നില്ല കുഞ്ഞുങ്ങളെ. മറ്റേ സിക്ലിഡാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിന്നണതാണ്. പക്ഷേ ഇവർ അങ്ങനെ തിന്നില്ല. നല്ല കളറേഷനാണ് ഇവർക്ക്. പല ടൈപ്പിലുണ്ട്, ബ്ലൂ അങ്ങനത്തെ പല കളറിലെ നല്ല റാമുകളുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും അതിനകത്ത് ഒരു പേരിനെ വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നമുക്കിതിനെ ബ്രീഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ തുടർന്നുള്ള വീഡിയോയിൽ വരും. അപ്പോൾ നമ്മുടെ ഈ ടാങ്ക് പ്ലാന്റഡും പിന്നെ അങ്ങനത്തെ ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഹൈഡിങ് പ്ലേസൊക്കെ ഉള്ള കാരണം ഈ ഫിഷിന് വളരെ ഹെൽത്തിയും ഹാപ്പി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് കെയർ ചെയ്യാവുന്ന ഫിഷാണ്. ഓക്കെ.